ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഇൻഫോ ടോക്ക് ഷോ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ലഹരി വിരുദ്ധ ദിനവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. അപ്പോൾ നമുക്കറിയാം ജൂൺ 26 എന്താണ്? അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമാണ്. അപ്പോൾ ലഹരി വിരുദ്ധ ദിനവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ക്വിസ് മത്സരങ്ങളിൽ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോ മുഴുവനായിട്ടും കാണുക, നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന വീഡിയോസൊക്കെ ലഭിക്കും. അപ്പോൾ നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം ഏത് ചരിത്ര സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം ഏത് ചരിത്ര സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഇതാണ്, കറുപ്പ് യുദ്ധം. ഏതാണ്? കറുപ്പ് യുദ്ധം. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം കറുപ്പ് യുദ്ധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്ത ചോദ്യം, കറുപ്പ് യുദ്ധം നടന്ന വർഷം ഏത്? കറുപ്പ് യുദ്ധം നടന്ന വർഷം ഏതാണ്? ഉത്തരം 1839. കറുപ്പ് യുദ്ധം നടന്ന വർഷം 1839 ആണ്. അടുത്ത ചോദ്യം ഇതാണ്, കേരളത്തിലെ ആദ്യ വനിതാ എക്സൈസ് ഇൻസ്പെക്ടർ ആര്? കേരളത്തിലെ ആദ്യ വനിതാ എക്സൈസ് ഇൻസ്പെക്ടർ ആരാണ്? ഉത്തരം ഒ സജിത. കേരളത്തിലെ ആദ്യ വനിതാ എക്സൈസ് ഇൻസ്പെക്ടറാണ് ഒ സജിത. കാപ്പിയിൽ അടങ്ങിയിരിക്കുന്ന ഉത്തേജക വസ്തു ഏതാണ്? കാപ്പിയിൽ അടങ്ങിയിരിക്കുന്ന ഉത്തേജക വസ്തു ഏതാണ്? ഉത്തരം വരുന്നത് കഫീൻ. കാപ്പിയിൽ അടങ്ങിയിരിക്കുന്ന ഉത്തേജക വസ്തുവാണ് കഫീൻ. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. നിക്കോട്ടിൻ ഏതു ഗ്രന്ഥിയെയാണ് ബാധിക്കുന്നത്? നിക്കോട്ടിൻ ഏതു ഗ്രന്ഥിയെയാണ് ബാധിക്കുന്നത്? ഉത്തരം അഡ്രിനൽ ഗ്രന്ഥി. നിക്കോട്ടിൻ ഏതു ഗ്രന്ഥിയെയാണ് ബാധിക്കുന്നത്? അഡ്രിനൽ ഗ്രന്ഥി. അപ്പോൾ നിക്കോട്ടിൻ ബാധിക്കുന്നത് അഡ്രിനൽ ഗ്രന്ഥിയെയാണ്. പുകയിലയിൽ അടങ്ങിയിരിക്കുന്ന വിഷവസ്തുവാണ് നിക്കോട്ടിൻ. നിക്കോട്ടിൻ ഏതു ഗ്രന്ഥിയെയാണ് ബാധിക്കുന്നത്? അഡ്രിനൽ ഗ്രന്ഥി. തേയിലയിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കലോയിഡ് ഏത്? തേയിലയിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കലോയിഡ് ഏതാണ്? ഉത്തരം തേയിൻ. തേയിലയിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കലോയിഡാണ് തേയിൻ. അടുത്ത ചോദ്യം, കേരള സംസ്ഥാനത്ത് സമ്പൂർണ്ണ മദ്യനിരോധനം നടപ്പിലാക്കപ്പെട്ട ഒരു പ്രത്യേക പ്രദേശത്തെ ആധാരമാക്കി നിർമ്മിച്ച സിനിമ ഏത്? കേരള സംസ്ഥാനത്ത് സമ്പൂർണ്ണ മദ്യനിരോധനം നടപ്പിലാക്കപ്പെട്ട ഒരു പ്രത്യേക പ്രദേശത്തെ ആധാരമാക്കി നിർമ്മിച്ച സിനിമ ഏതാണ്? ഉത്തരം ഇതാണ്, അയ്യപ്പനും കോശിയും. കേരളത്തിൽ നടന്ന ഏറ്റവും വലിയ മദ്യ ദുരന്തം ഏതാണ്? കേരളത്തിൽ നടന്ന ഏറ്റവും വലിയ മദ്യ ദുരന്തം ഏതാണ്? ഉത്തരം ഇതാണ്, വൈപ്പിൻ മദ്യ ദുരന്തം. കേരളത്തിൽ നടന്ന ഏറ്റവും വലിയ മദ്യ ദുരന്തമാണ് വൈപ്പിൻ മദ്യ ദുരന്തം. ഏത് വർഷമാണ്? 1982 വൈപ്പിൻ മദ്യ ദുരന്തം നടക്കുന്നത്. കേരളത്തിൽ നടന്ന ഏറ്റവും വലിയ മദ്യ ദുരന്തമാണ് വൈപ്പിൻ മദ്യ ദുരന്തം. അടുത്ത ചോദ്യം ഇതാണ്, പഞ്ചശീലങ്ങളിൽ ഒന്നായ മദ്യപാനം ചെയ്യരുത് എന്ന സന്ദേശം നൽകിയതാര്? പഞ്ചശീലങ്ങളിൽ ഒന്നായ മദ്യപാനം ചെയ്യരുത് എന്ന സന്ദേശം നൽകിയതാര്? ഉത്തരം ഇതാണ്, ശ്രീബുദ്ധൻ. പഞ്ചശീലങ്ങളിൽ ഒന്നായ മദ്യപാനം ചെയ്യരുത് എന്ന സന്ദേശം നൽകിയിരിക്കുന്നത് ശ്രീബുദ്ധനാണ്. അടുത്തത്, ലഹരി വസ്തുക്കളുടെ വ്യാപനം നിയന്ത്രിക്കാൻ NDPS ആക്ട് നിലവിൽ വന്ന വർഷമേത്? ലഹരി വസ്തുക്കളുടെ വ്യാപനം നിയന്ത്രിക്കാൻ NDPS ആക്ട് നിലവിൽ വന്ന വർഷമേതാണ്? ഉത്തരം നോക്കൂ, 1985. 1985 NDPS ആക്ട്, ലഹരി വസ്തുക്കളുടെ വ്യാപനം നിയന്ത്രിക്കാനുള്ള NDPS ആക്ട് നിലവിൽ വന്നത്. ഏത് വർഷം? 1985. അടുത്ത ചോദ്യം, കേരളത്തിൽ മദ്യനിരോധനം എടുത്തുകളഞ്ഞ വർഷമേത്? കേരളത്തിൽ മദ്യനിരോധനം എടുത്തുകളഞ്ഞ വർഷം? ഉത്തരം 1967. ശ്രദ്ധിക്കുക, കേരളത്തിൽ മദ്യനിരോധനം എടുത്തുകളഞ്ഞ വർഷമാണ് 1967.
ഓപ്പിയം പോപ്പി എന്നറിയപ്പെടുന്നത് ഏതു മയക്കുമരുന്നാണ്? ഓപ്പിയം പോപ്പി എന്നറിയപ്പെടുന്നത് ഏതു മയക്കുമരുന്നാണ്? ഉത്തരം കറുപ്പ്. ഓപ്പിയം പോപ്പി എന്നറിയപ്പെടുന്ന ഒരു മയക്കുമരുന്നാണ് കറുപ്പ്. മോർഫിൻ വേർതിരിച്ചെടുക്കുന്നത് എന്തിൽ നിന്നാണ്? മോർഫിൻ വേർതിരിച്ചെടുക്കുന്നത് എന്തിൽ നിന്നാണ്? ഉത്തരം കറുപ്പ്. മോർഫിൻ വേർതിരിച്ചെടുക്കുന്നത് കറുപ്പ് എന്ന മയക്കുമരുന്നിൽ നിന്നാണ്. നമ്മളിപ്പോൾ പറഞ്ഞു അല്ലേ, ഓപ്പിയം പോപ്പി എന്നറിയപ്പെടുന്ന മയക്കുമരുന്നാണ് കറുപ്പ്. കറുപ്പിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്നതാണ് മോർഫിൻ. അടുത്ത ചോദ്യം, കേരളത്തിൽ ചാരായം നിരോധിച്ച വർഷം. കേരളത്തിൽ ചാരായം നിരോധിച്ച വർഷം ഏതാണ്? ഉത്തരം 1996. കേരളത്തിൽ ചാരായം നിരോധിച്ച വർഷമാണ് 1996. അടുത്ത ചോദ്യം ഇതാണ്, ഋഗ്വേദത്തിൽ പരാമർശിക്കുന്ന ലഹരി വസ്തു ഏത്? ഋഗ്വേദത്തിൽ പരാമർശിക്കുന്ന ലഹരി വസ്തു ഏതാണ്? ഉത്തരം സോമരസം. ഋഗ്വേദത്തിൽ പരാമർശിക്കുന്ന ലഹരി വസ്തുവാണ് സോമരസം. അടുത്ത ചോദ്യം നോക്കിക്കോളൂ. ലോക മനുഷ്യാവകാശ ദിനം. ലോക മനുഷ്യാവകാശ ദിനം എന്നാണ്? ഉത്തരം ഡിസംബർ 10. ലോക മനുഷ്യാവകാശ ദിനമാണ് ഡിസംബർ 10. ലോക ആരോഗ്യ ദിനം എന്നാണ്? ലോകാരോഗ്യ ദിനം എന്നാണ്? ഉത്തരം ഏപ്രിൽ 7. ഓർത്തു വെക്കുക, ലോക ആരോഗ്യ ദിനം ഏപ്രിൽ 7. ലോക രക്തദാന ദിനം എന്നാണ്? ലോക രക്തദാന ദിനം എന്നാണ്? ഉത്തരം ജൂൺ 14. ലോക രക്തദാന ദിനം ജൂൺ 14. അടുത്ത ചോദ്യം ഇതാണ്, ലോക ലഹരി വിരുദ്ധ ദിനം. ലോക ലഹരി വിരുദ്ധ ദിനം എന്നാണ്? നമുക്കറിയാം ജൂൺ 26. ലോക ലഹരി വിരുദ്ധ ദിനം ജൂൺ 26. ലോക അഴിമതി വിരുദ്ധ ദിനം എപ്പോഴാണ്? ലോക അഴിമതി വിരുദ്ധ ദിനം എപ്പോഴാണ്? ഉത്തരം ഡിസംബർ 9. ലോക അഴിമതി വിരുദ്ധ ദിനം എപ്പോഴാണ്? ഡിസംബർ 9 ആണ്. അടുത്ത ചോദ്യം, ലോക മണ്ണ് ദിനം എന്ന്? ലോക മണ്ണ് ദിനം എന്നാണ്? ഉത്തരം നോക്കൂ, ഡിസംബർ 5 ആണ്. ലോക മണ്ണ് ദിനം ഡിസംബർ 5-നാണ്. അടുത്ത ചോദ്യം ഇതാണ്, കഞ്ചാവ് ചെടിയിൽ നിന്നും ലഭിക്കുന്ന കറ ഏതാണ്? കഞ്ചാവ് ചെടിയിൽ നിന്നും ലഭിക്കുന്ന കറ എന്താണ് അറിയപ്പെടുന്നത്? ഉത്തരം മാരിജുവാന. കഞ്ചാവ് ചെടിയിൽ നിന്നും ലഭിക്കുന്ന കറയാണ് മാരിജുവാന എന്നറിയപ്പെടുന്നത്. ലോക മദ്യവർജന ദിനം എന്നാണ്? ലോക മദ്യവർജന ദിനം എന്നാണ്? ഉത്തരം വരുന്നത് ഒക്ടോബർ 3. ലോക മദ്യവർജന ദിനം ഒക്ടോബർ 3-നാണ്. മദ്യം തലച്ചോറിൻ്റെ ഏത് ഭാഗത്തെയാണ് ബാധിക്കുന്നത്? മദ്യം തലച്ചോറിൻ്റെ ഏത് ഭാഗത്തെയാണ് ബാധിക്കുന്നത്? ഉത്തരം നോക്കൂ, സെറിബെല്ലം. മദ്യം തലച്ചോറിൻ്റെ ഏതു ഭാഗത്തെയാണ് ബാധിക്കുന്നത്? സെറിബെല്ലത്തെയാണ് ബാധിക്കുന്നത്. വേദനാ സംഹാരികൾ ബാധിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗമേത്? വേദനാ സംഹാരികൾ ബാധിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം ഏതാണ്? ഉത്തരം തലാമസ്. വേദനാ സംഹാരികൾ ബാധിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗമാണ് തലാമസ്. മദ്യം തലച്ചോറിൻ്റെ ഏതു ഭാഗത്തെ ബാധിക്കുന്നു? സെറിബെല്ലം. വേദനാ സംഹാരികൾ ബാധിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗമാണ് തലാമസ്. അടുത്ത ചോദ്യം ഇതാണ്, കേരളത്തിൽ പൊതുസ്ഥലത്ത് പുകവലി നിരോധിച്ച വർഷമേത്? കേരളത്തിൽ പൊതുസ്ഥലത്ത് പുകവലി നിരോധിച്ച വർഷം ഏതാണ്? ഉത്തരം 1999. കേരളത്തിൽ പൊതുസ്ഥലത്ത് പുകവലി നിരോധിച്ച വർഷം 1999 ആണ്. അപ്പോൾ ഫ്രണ്ട്സ്, അടുത്തതായിട്ട് നിങ്ങൾക്കായുള്ള സ്പെഷ്യൽ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഈ ഡിസ്കസ് ചെയ്ത ചോദ്യങ്ങളിൽ നിന്ന് തന്നെയാണ് ഒരു ചോദ്യം സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ക്ലാസ് നന്നായി ശ്രദ്ധിച്ചവർക്ക് ഉത്തരം പെട്ടെന്ന് തന്നെ പറയാൻ പറ്റും. ചോദ്യം ഇതാണ്,
ഓപ്പിയം പോപ്പി എന്നറിയപ്പെടുന്നത് ഏതു മയക്കുമരുന്നാണ്? ഓപ്പിയം പോപ്പി എന്നറിയപ്പെടുന്നത് ഏതു മയക്കുമരുന്നാണ്? അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം എല്ലാവരും നമ്മുടെ കമൻറ്റ് ബോക്സിലേക്ക് രേഖപ്പെടുത്തുക. ഉത്തരം അറിയാത്തവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ പോയി ചോദ്യോത്തരം ഒന്നും കൂടെ നോക്കി വെച്ചോളൂ കേട്ടോ. ക്വിസ് മത്സരങ്ങളിൽ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. അപ്പോൾ ഇന്നത്തെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സിലേക്കും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ, അവർക്കും യൂസ്ഫുൾ ആവട്ടെ. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.